എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക ജീവിതത്തിന് കുടുംബജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്. കുടുംബജീവിതം സന്തോഷമാകണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം ദൃഢമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ജീവിതം ആസ്വാദികരമാവണം. ഇന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡയബറ്റീസ് ഇന്ന് ക്രമാതീതമായി കൂടി വരികയാണ്. ഡയബറ്റീസ് ഉദ്ധാരണ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന കാരണമായേക്കാം. ഈ ഒരറിവ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവേണ്ടതാണ്. 64 വയസ്സുള്ള ഒരാൾ എൻ്റെ ക്ലിനിക്കിൽ വരികയുണ്ടായി. അദ്ദേഹത്തിന് 14 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. 8 വർഷമായിട്ട് അദ്ദേഹത്തിന് ഉദ്ധാരണം തീരെയില്ല. അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളുടെ പ്രവർത്തനം ശരിയല്ല. അദ്ദേഹത്തിന് ശരീരത്തിൻ്റെ കാലിൻ്റെ അവിടെയൊന്നും ശരിയായ സെൻസേഷൻ ഇല്ല. ചെരുപ്പ് കാലിൽ നിന്ന് ഊരിപ്പോയ പോലെ അദ്ദേഹം അറിയുകയില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ലിംഗത്തിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. 2, ആ ഡോസ് നമ്മൾ ശരിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ ഈ ഇഞ്ചക്ഷന് ലിംഗത്തിലേക്ക് എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. വൈഫിന് അത് എടുക്കണമെന്നുള്ള നിർബന്ധവുമാണ്. ഇവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഡയബറ്റീസ് വന്നാൽ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടാവും, കിഡ്നി ഫെയിലിയർ ഉണ്ടാവും എന്നവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ഉദ്ധാരണ പ്രശ്നവുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ച് അവർക്ക് അറിയുകയില്ലായിരുന്നു എന്ന് അവരെല്ലാം സമ്മതിച്ചു. നമ്മളിവിടെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം അഫക്റ്റ് ചെയ്ത 3 തരം രോഗികളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇവരിലെല്ലാം ലൈംഗിക പ്രശ്നങ്ങൾ ഒരു വിഷാദ രോഗത്തിൻ്റെ അടുത്തുവരെ അവരെ എത്തിച്ചിരുന്നു. 2, വയഗ്ര കഴിച്ചുകൊണ്ട് ഒരാൾക്ക് ലൈംഗിക താല്പര്യം കൂടുകയില്ല. ഉദ്ധാരണ ശേഷി കൂടുതൽ സമയം നിലനിർത്തുവാൻ മാത്രമാണ് വയഗ്ര നമ്മളെ സഹായിക്കുന്നത്. വയഗ്ര കഴിക്കുമ്പോൾ ലിംഗത്തിലെ ധമനികൾ വികസിക്കുകയും ആ ലിംഗത്തിലേക്ക് കൂടുതൽ രക്തോട്ടം വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉദ്ധാരണം ഉണ്ടാവുന്നത്. നൈട്രേറ്റ് ഗുളിക കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നം, നൈട്രേറ്റ് ഗുളിക ഓൾറെഡി നമ്മുടെ ഹൃദയത്തിലെ ധമനികളെ വികസിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 23 വർഷത്തോളമായി ഞങ്ങൾ കേരളത്തിലുള്ള പലവിധ ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരു റിസൾട്ടും ഇല്ലാതെ നിരാശനായിരിക്കുമ്പോഴാണ് ടി വിയിൽ ശ്രീ ഡോക്ടർ സാം അബ്രഹാമിനെ പറ്റിയും ചങ്ങനാശ്ശേരിയുള്ള ഈ ഹോസ്പിറ്റലിനെ പറ്റിയും അറിയാനിടയായതും അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വന്ന് കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ കഴിക്കുകയും നവംബർ 2-ാം തീയതി ഒരു ആൺകുട്ടി പിറക്കുകയും ഞങ്ങൾ ഇപ്പോൾ വളരെയധികം സന്തോഷവാൻ. ബഹുമാനപ്പെട്ട സാം ഡോക്ടർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫിനും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.